അരുവികളും പുഴകളും കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു കൊച്ചു കേരളം. സ്വന്തം ഈ കേരളത്തിനകത്ത് നമുക്കറിയാം വിദേശ മിഷണറിമാർ വിളിച്ചിരിക്കുന്ന പേരാണ് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന്. സ്വന്തം ഈ സ്വന്തം നാടെന്ന് വിളിക്കപ്പെടുമ്പോൾ, പക്ഷേ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അറിയപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിനകത്ത് മദ്യപാനം കൊണ്ട് നിറയപ്പെട്ടിരിക്കുകയാണ്. കുടുംബത്തിനകത്ത് സമാധാനമില്ല. കുഞ്ഞുങ്ങളെ ഓർത്ത് ആവലാതെയാണ്. സ്വന്തം മനുഷ്യൻ വല്ലാതെ ഭയപ്പെടുകയാണ്. സ്വന്തം കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു കുഞ്ഞിന്റെ ബാഗ് പരിശോധിക്കുമ്പോൾ അതിനകത്ത് MD പോലുള്ള മാരകമായ വസ്തുക്കൾ കണ്ടെടുക്കപ്പെടുവാന്നൊക്കെ ഇടയായിട്ടുണ്ട്. കാരണം എന്താ? ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അറിയപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിനകത്ത് ഇന്നത്തെ യൗവന തലമുറകൾ മദ്യത്തിനും മയക്കുമരുന്നിനും ഭ്രംശത്തിനും കഞ്ചാവിനും അടിമകളായി നശിക്കപ്പെടുമ്പോൾ ഇന്ന് പകൽക്കാലം ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ സുവിശേഷം ഇന്ന് പകൽക്കാലം ഇന്ന് രാത്രികൾ നിന്നോട് അറിയിക്കുവാന്നൊക്കെ വന്ന് സർവശക്തനായ ദൈവത്തിന് കൃപ ഓർത്ത് കർത്താവ് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ജയമെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ എന്താണ് സുവിശേഷം? സുവിശേഷം എന്ന് പറയുന്നത് ആഫ്രിക്കയുടെ പച്ചമണ്ണിൽ നരഭോജികളായ മനുഷ്യനെ നരസ്നേഹികളാക്കുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. നമുക്കറിയാം തിരുവനന്തപുരത്തിനകത്ത് ചെങ്കച്ചുള്ള എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പിടിച്ചുപറി, അക്രമം, വ്യഭിചാരം തുടങ്ങി അനവധി മ്ലേച്ഛ പ്രവൃത്തികൾ കൊണ്ട് നിറയപ്പെട്ട ചെങ്കച്ചുള്ളക്കകത്ത് ദൈവത്തിന്റെ ദാസന്മാർ കടന്നുപോയി സുവിശേഷം പറഞ്ഞു. യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അങ്ങനെ വടിവാൾ കുറുവടിവാൾ കൊണ്ടു നടന്ന പ്രിയ സഹോദരങ്ങൾ യേശുവിന്റെ സ്നേഹത്തെ പറ്റി മനസ്സിലാക്കി രൂപാന്തരപ്പെടുവാനിടയായിട്ട് നോക്കണമേ. ഇന്ന് രാത്രി നിങ്ങൾ പറയുന്നു, ഇന്ന് അവർ യേശുവിനെ സ്വീകരിച്ചു. ഇന്ന് ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ അവർ യേശുവിനെ പ്രസംഗിക്കുന്നു. ഇന്ന് രാത്രി ഏകരക്ഷകനായ യേശുവിനെ അവന്റെ പാപങ്ങളെ ബോധിപ്പാൻ കഴിയും. ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം ഇന്ന് കാണുന്ന ഇന്ത്യക്ക് മാറ്റിയത് അത് സുവിശേഷമാണ്. വില്യം കേറിയെ പോലുള്ള ദൈവദാസന്മാർ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിലേക്ക് വന്നപ്പോൾ കാണാം കഴുത്തിൽ പാമ്പിട്ട് ആചരിക്കുന്ന അനുഭവങ്ങൾ. 80 വയസ്സ് പ്രായമുള്ള പിതാവ് 10 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കും. ഈ 80 വയസ്സുള്ള പിതാവ് മരിക്കപ്പെടുമ്പോൾ ജനമെല്ലാം വോട്ടിച്ചിട്ട് ആ കൊച്ചു കുഞ്ഞിനെ പിടിച്ചിട്ട് കത്തുന്ന തീക്കാത്തി കുഞ്ഞിനെ എറിഞ്ഞ് കൊല്ലുന്ന സമ്പ്രദായം ഇന്ത്യക്കകത്തുണ്ടായിരുന്നു. സ്വന്തം അങ്ങനെ അനേക തലമുറകൾ ഈ കത്തുന്ന തീക്കാത്ത് വെന്ത് പിടച്ചു മരിക്കപ്പെടുമ്പോൾ വില്യം ദൈവദാസന്മാർ അത് കണ്ടിട്ട് പറയുകയാണ്, ബ്രിട്ടീഷ് ഗവൺമെന്റ് കത്തെഴുതുകയാണ്, ഇന്ത്യയിലെ ആചാരങ്ങൾ, ദുരാചാരങ്ങൾ, ഇന്ത്യയുടെ അവസ്ഥകളെല്ലാം കണ്ടുകൊണ്ട് ബ്രിട്ടീഷുകാർ കത്തെഴുതി കൊടുത്തു. അങ്ങനെ സതി പോലുള്ള ആചാരങ്ങൾ നിർത്തൽ ചെയ്ത ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സുവിശേഷം എന്ന് പറയുന്നത് ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് സുവിശേഷമാണ്. ഏത് പാവപ്പെട്ടവനെ നല്ല നില എത്തിക്കുന്നത് അത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തുവിന്റെ സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത്. നമ്മളെ വീട്ടിന്റെ മുന്നിൽ രാവിലെ പത്രം പറന്നു വീഴാറുണ്ട്. നമ്മുടെ മൊബൈലിനകത്ത് ഇന്റർനെറ്റുകൾ യൂട്യൂബിനകത്ത് വാർത്ത കേൾക്കാൻ കഴിയുമോ? അത് നല്ല വാർത്ത കേൾക്കാൻ പറ്റുന്നില്ല. കാമുകന്റെ കൊണ്ട് ഓടുവാന്നൊക്കെ വണ്ണം സ്വന്തം മകനെ കഴുത്തറുത്ത് കൊന്ന ലോകമാണ്. ഹല്ലേലൂയ. നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സ്വന്തം കുഞ്ഞിനെ നദിയിലേക്ക് എറിഞ്ഞു കൊന്നു കളഞ്ഞു. സ്വന്തം എന്തിനു വേണ്ടി? മറ്റൊരു കാമുകന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ഈ ലോകം വല്ലാത്ത ലോകമാണ്. ഇത് വല്ലാത്ത ലോകമാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ഇന്ന് രാത്രിക്കാലം ഞങ്ങൾക്ക് പറയാനുണ്ട്, ഏത് മനുഷ്യന് ഒരു സന്ദേശമുണ്ട്. ഏത് മനുഷ്യന്റെ മേഖലയ്ക്കകത്ത് വിടുവിക്കുന്ന സന്ദേശമുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഗുഡ് ന്യൂസ് ആയ യേശു ക്രിസ്തുവിന്റെ സന്ദേശമാണ്. ഹല്ലേലൂയ. അതാണ് ഗുഡ് ന്യൂസ്. ഈ തീമോഥെയോസ് ലേഖനം പറയുന്നു, അതാണ് ഗുഡ് ന്യൂസ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ അതാകുന്നു ഞങ്ങൾക്കുള്ള സുവിശേഷം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഏത് പാപിയെ വിടുവിക്കുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ, ഏത് തകർന്നവനെ പണിയുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ, ഏത് നശിച്ചു പോയവനെ പണിയുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. അതാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവ് വേഷത്തിൽ മനുഷ്യനായി ഈ താണലോകത്ത് കന്യകയിൽ കൂടെ ജന്മമെടുത്ത് വന്നു.
30 വയസ്സ് വരെ മാതാപിതാക്കൾ കീഴ്പ്പെട്ട് ജീവിച്ചു. 30ാമത്തെ വയസ്സിൽ യേശു ക്രിസ്തു യോർദാനിൽ എന്ത് ചെയ്തു? യോഹന്നാന്റെ കൈ കീഴിൽ സ്നാനമേറ്റു. സ്തോത്രം. സ്നാനം എന്ന് പറയുന്നത് യോഹന്നാന്റെ കൈ കീഴിൽ എന്താണ്? മുങ്ങി നിങ്ങളാരും പറയുന്നില്ല. സ്തോത്രം. യോഹന്നാന്റെ കൈ കീഴിൽ മുങ്ങി സ്നാനപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ സ്നാനപ്പെട്ട ഇങ്ങനെ മുങ്ങണം, വെള്ളത്തിൽ നിന്നെ മുക്കണം. സ്തോത്രം. അല്ലാതെ കളിപ്പീര് നടക്കത്തില്ല. സ്വർഗം കാണത്തില്ല. സ്നാനം എന്ന് പറയുന്നത് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ യേശുവിനെ സ്വീകരിക്കുന്നതാണ് സ്നാനം എന്ന് പറയുന്നത്. സ്തോത്രം. സ്നാനപ്പെടാൻ നിക്കോദീമോസ് ഒരിക്കൽ പറയുകയാണ്, കർത്താവേ, ഞാൻ ദൈവരാജ്യം അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? സ്തോത്രം. ആമേൻ. അപ്പൊ യേശു പറയുന്നു, വെള്ളത്തിനാല്, ബാക്കി നിങ്ങൾ പറഞ്ഞാട്ടെ, വെള്ളത്തിനാലും ആത്മാവിനാലും ജനിക്കണം. സ്തോത്രം. അപ്പൊ വെള്ളത്തിനാൽ എന്ത് ചെയ്യണം? ജനിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. സ്നാനപ്പെട്ടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നാളെ ഞായറാഴ്ച സ്നാനപ്പെടാൻ തയ്യാറുള്ള ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു ക്രിസ്തുവിന്റെ സന്ദേശം എന്ന് പറയുന്നത് അവൻ യേശു കർത്താവ് യോർദാനിൽ മുങ്ങി സ്നാനപ്പെട്ടതുപോലെ ഇന്ന് രാത്രി നിനക്കുള്ള സന്ദേശമാണ്, നിനക്കുള്ള വാണിംഗ് ആണ്. ഇനി നാളെ ഇനി ഒരു അവസരം ഉണ്ടാകത്തില്ല. ഇന്ന് രാത്രി യേശു സ്നാനപ്പെട്ടതുപോലെ മുങ്ങി സ്നാനപ്പെടണമെന്ന് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. എല്ലാം അണഞ്ഞിട്ട് മിണ്ടാതിരിക്കുകയാണ്. സ്തോത്രം. നാളെയാവട്ടെ, അല്ലെങ്കിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞ് എന്റെ മക്കൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാര്, എന്നെ അച്ഛൻ അടിച്ച് പുറത്താക്കുമോ ചിന്തിക്കുന്ന ആൾക്കാര്, നിങ്ങൾ ആരും മിണ്ടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നീ അച്ഛനെ പേടിക്കല്ലേ. സ്തോത്രം. നീ യേശുവിനെ പേടിക്കണം. ദൈവരാജ്യം നഷ്ടപ്പെട്ടു പോകല്ലേ. സ്തോത്രം. നിക്കോദീമോസ് പറയുന്നു, കർത്താവേ, ഇനി ഞാൻ വെള്ളത്തിനാൽ ആത്മാവിൽ ജനിക്കണം. ഇല്ലാത്തവനവേ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. ഇന്ന് രാത്രി സ്നാനം പിള്ളേര് കളിയല്ല, സ്നാന തളിപ്പിലല്ല. ഇന്ന് രാത്രി യേശു കർത്താവ് യോർദാനിൽ മുങ്ങിയതുപോലെ യേശുവിനെ മുക്കി അവൻ സ്നാനത്തെ സ്വീകരിക്കുക. എത്ര ദൈവമക്കൾ ഈ രാത്രി തയ്യാറാകുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ വചനം പറയുന്നു, സ്നാനപ്പെടണമെന്ന്. ഹല്ലേലൂയ. സ്നാനപ്പെടാത്ത ഒരുവൻ ദൈവരാജ്യത്തിൽ പോകത്തില്ല. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ പോകുക ഏക മാർഗം എന്ന് പറയുന്നത് സ്നാനപ്പെടണമെന്ന് തിരുവചന ശക്തികൾ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അല്ല, തളിച്ചാലോ നിങ്ങൾക്ക് ജലദോഷം വരും. സ്തോത്രം. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യോർദാന് പോകാൻ പറ്റിയില്ലെങ്കിലും ചിലർ പറഞ്ഞ യേശു മുങ്ങിയെടുത്ത് ഞാൻ മുങ്ങത്തുള്ളൂ. എന്താണ്? യേശു മുങ്ങിയെടുത്ത് ഞാൻ മുങ്ങത്തുള്ളൂ. സ്തോത്രം. ഇന്ന് രാത്രി, നാളെ ഞായറാഴ്ചയാണ്. സ്തോത്രം. ഇന്ന് സ്നാനപ്പെടാൻ തയ്യാറായി കഴിഞ്ഞാൽ നാളെ ഇവിടെ വെള്ളം നവയ്ക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇനി ഒരു അവസരം ഉണ്ടാകത്തില്ല. ഇന്ന് രാത്രി സ്നാനപ്പെടുവാൻ ദൈവമക്കളെ ഇന്ന് രാത്രി ദൈവകരത്തിലെ കേൾപ്പിക്കുക. എത്ര ദൈവമക്കൾ തയ്യാറാകുകയാണ്. സ്തോത്രം. സ്നാനം യേശുവിനോട് ചേരുവാൻ വേണ്ടിയാണ്. സ്തോത്രം. യേശു കർത്താവ് യോർദാനിൽ മുങ്ങി പൊങ്ങുമ്പോൾ അതാ സ്വർഗം തുറന്നു പറയുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീനെന്ന് സ്വർഗം തുറന്നു പറയുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്നാനത്തിന് വേണ്ടി ആത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ. സ്നാനപ്പെടുവാൻ തീരുമാനമെടുക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രി സ്നാനപ്പെട്ട് എത്ര വേഗത്തിൽ ആ പെട്ടകത്തിൽ ചേർന്നോൾ. ഹല്ലേലൂയ. പെട്ടകം നിനക്കായി ഒരുക്കിയിരിക്കുകയാണ്. ഈ സുവിശേഷ സന്ദേശം നിന്റെ സ്നാനത്തിന് വേണ്ടിയാണ്, നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇന്ന് രാത്രി വിശ്വസിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക. എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി തയ്യാറാകുകയാണ്. ഇന്ന് രാത്രി സ്നാനപ്പെടാൻ തയ്യാറായി കഴിഞ്ഞാൽ പള്ളിയിൽ അച്ഛനെ പുറത്താക്കിയാലും ബന്ധുക്കൾ പുറത്താക്കിയാലും ഇന്ന് രാത്രി യേശുവിനെ കൈവിടത്തില്ല. യേശുവിനെ നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. 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 എടാ, നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാലും പള്ളിയിൽ അച്ഛൻ പുറത്താക്കിയാലും ഹല്ലേലൂയ, ദൈവം നിന്നെ കൈവിടത്തില്ല. കാരണം എന്താ? സ്നാനം എന്ന് പറയുന്നത് ആ ദൈവിക കൽപ്പനയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. 10ാം ക്ലാസ് കഴിയുമ്പോ എല്ലാ സഹോദരന്മാർ എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. സ്തോത്രം.
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നാനം അത് ദൈവിക കൽപ്പനയാണ്. സ്തോത്രം. അങ്ങനെ യേശു സ്നാനമേൽക്കുകയാണ്. യേശു നമുക്കൊരു മാതൃക വച്ചിരിക്കുകയാണ്. സ്തോത്രം. ഇതാരും പറഞ്ഞു തരത്തില്ല, അത് പെന്തക്കോസ്തുകാരെ പറഞ്ഞു തരത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ല, കൊച്ച് 3 മാസം പ്രായമുള്ളപ്പോൾ അമ്മ കൊണ്ടുവന്ന് മുക്കുന്നല്ല സ്നാനം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ സ്നാനം എന്ന് പറയുന്നത് നിനക്ക് അറിവാകുമ്പോൾ യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് നീ ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ ആ വ്യക്തി ചെയ്യേണ്ടതാണ് സ്നാനം എന്ന് പറയുന്നത്. സ്തോത്രം. എന്റെ പാപങ്ങൾക്ക് വേണ്ടി ഞാനൊരു 2 വട്ടം ശബരിമല പോയിട്ടുണ്ട്. സ്തോത്രം. എന്തിനു വേണ്ടി? പാപം മോചിക്കാൻ വേണ്ടി. ഇവിടുന്ന് കുളിക്കാതെ നനയ്ക്കാതെ ഒരു കറുത്ത തുണിയും കെട്ടി. സ്തോത്രം. അപ്പൊ എന്റെ അമ്മ അന്ന് രാത്രി വീട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് ഇവനൊരു മാറ്റം കൊടുക്കണം. സ്തോത്രം. പിറ്റേ വർഷം പോയി. സ്തോത്രം. 3-ാമത്തെ വർഷം ഞാൻ അങ്ങനെ പോയതല്ല, കൂട്ടുകാരുടെ കൂടി പോയതാണ്. സ്തോത്രം. അപ്പൊ എന്റെ അമ്മ പറയുന്നു, നീ പോണ്ട. ഉടനെ ഞാൻ ദേഷ്യം വന്ന് ചോറ് വലിച്ചെറിഞ്ഞു. സ്തോത്രം. വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് ദേഷ്യം വന്നു. സ്തോത്രം. എന്നിട്ട് മിണ്ടാതിരുന്നോളാം, ഞാൻ അമ്മ മാത്രമേ ഉള്ളൂ. സ്തോത്രം. മിണ്ടാതിരിക്കാൻ പറഞ്ഞു. സ്തോത്രം. എന്നിട്ട് ഞാൻ അവരെ കൂടെ പോയി. സ്തോത്രം. പിറ്റേ വർഷമായപ്പോൾ ആ മാതാവിന്റെ കണ്ണുനീർ എന്നെ യേശുവിനെ അറിയുവാൻ തക്കവരുടെയായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി പറയട്ടെ, ശബരിമല പോയാലും സ്തോത്രമേ നിന്റെ പാപങ്ങൾ മോചിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞങ്ങൾ ഉറക്കെ വിളിച്ചു പറയുന്നേ, അവിടെ നിന്ന് പാപങ്ങൾ മോചിക്കത്തില്ല. ഇന്ന് രാത്രി പാപങ്ങൾ മോചിക്കുവാൻ തക്കവണ്ണ കഴിവുള്ള രക്ഷകനുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു അല്ലാതെ അത് മറ്റാരുമില്ല എന്ന് ഇന്ന് രാത്രി ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശു സ്നാനപ്പെട്ടു. സ്തോത്രം. സ്നാനപ്പെട്ട പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? പ്രാവ് എന്ന പോലെ ഇറങ്ങി വന്നു. സ്തോത്രം. നമ്മളെ കുരിശിലിരിക്കുന്ന പ്രാവല്ല. സ്തോത്രം. പിന്നെ അത് പരിശുദ്ധാത്മാവ്